ഹലോ, അപ്പോൾ ഇന്ന് ജോർജിയയിലെ രണ്ടാമത്തെ ഡേ ആണ്. അപ്പോൾ ഇവിടെ ഒരു ജാവ്രി ചേർച്ചിൽ വന്നിരിക്കുകയാണ്. ഇതൊരു 16th സെഞ്ച്വറിയിലുള്ള ഒരു ചേർച്ചാണ്. വളരെ പഴയതാണ്. ഇവിടുത്തെ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ, ഇവിടെ 16th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ഒരു രാജാവ് ഇവിടെ പണ്ടുണ്ടായിരുന്ന ഒരു കുരിശിൻ്റെ താഴെ വന്ന് പ്രാർത്ഥിക്കുകയും അപ്പം അതിനുശേഷം അവരൊരു വാർ ജയിക്കുകയും ചെയ്തു. അപ്പം അയാൾ വിശ്വസിച്ചെന്ന് വെച്ചാൽ ആ വാർ ജയിച്ചത് അയാൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണെന്നുള്ളതുകൊണ്ട് അയാൾ അവിടെ ഒരു ചേർച്ച് പണിയുകയും ചെയ്തു. അങ്ങനെയാണ് അവിടെ ജാവ്രി ചേർച്ച് ഉണ്ടായത്. ജാവ്രി ചേർച്ചിൻ്റെ മേലെ നിന്നുള്ളൊരു വ്യൂ ആണ്. രണ്ട് റിവർ, ഒന്ന് ഗോദാവരി എന്ന് വരുന്നൊരു ഇതാണ്, റിവറാണ്. അതിൻ്റെ നെയിം മറന്നുപോയി ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് റിവറിൻ്റെ പേരാണ് അരഗ്വി, മെത്വാരി എന്ന് പറയുന്നത്. ബ്ലൂ ആണ് അരഗ്വി, മറ്റത് മെത്വാരി എന്നുള്ള റിവറാണ്. ജാവ്രി ചേർച്ച് ഇറങ്ങുമ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. സോ വി തോട്ട് ചൂടുള്ള എന്തെങ്കിലും കുടിക്കാനും. അങ്ങനെ ഞങ്ങള് ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാനുള്ള തീരുമാനത്തിലെത്തി. ഇവിടുത്തെ ഒരു ഹോട്ട് ചോക്ലേറ്റ് കിട്ടുന്ന ഒരു കഫേയാണ്. നല്ല ഈസ്തറ്റിക് വൈബിലൊരു കഫേയാണ്. ഞാൻ ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഇതാണ് ടോട്ടൽ വ്യൂ. ആൻഡ് ബാക്കിലൊരു റിവർ ഇങ്ങനെ പോകുന്ന വ്യൂ കൂടെ കിട്ടും. നമ്മൾ സെബിറ്റ്സ്കോ വേലി എന്നൊരു ചേർച്ചിലേക്ക് നടന്നു പോവാണ്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഈ സെബിത്ത് എന്ന് പറഞ്ഞാൽ പില്ലർ എന്നാണ് അർത്ഥം. അതുപോലെ വേലി എന്ന് പറഞ്ഞാൽ റേസ്ഡ് എബോവ്. ഈ സെബിറ്റ്സ്കോ വേലി ചേർച്ചിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ, യേശുവിനെ കുരിശിലേറ്റിയപ്പം യേശുവിൻ്റെ ഈ ഡ്രസ്സിൻ്റെ ഒരു കഷ്ണം എന്ത് ചെയ്തു, ഇവിടെയുള്ള ഒരാൾ ജോർജിയൻ ആണ് എന്ത് ചെയ്ത് കൊണ്ടുവന്നു. അപ്പം അത് ഇയാളുടെ സിസ്റ്ററിന് കൈ കൊടുത്തപ്പം അയാൾക്ക് ആ സിസ്റ്ററിന് എന്തോ പറ്റി, അങ്ങനെ മരിച്ചു പോയി. അപ്പം ആ സിസ്റ്ററിനെ സെയിൻറ്റ് നിന്നുവിൻ്റെ ഒരു നേതൃത്വത്തിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, ഇവിടെ ആണ് അടക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം അതിനുശേഷം അത് മാത്രമല്ലാതെ ഈ ജോർജിയയിലുള്ള ഒരുപാട് ഈ രാജാക്കന്മാരെയും ഭടന്മാരൊക്കെ ഈ അടക്കിയിരിക്കുന്നത് ഈ ഒരു ചേർച്ചിൻ്റെ ഏരിയയിലാണ് എന്നും പറയുന്നുണ്ട്. ഈ ചേർച്ച് ജോർജിയയിലെ രണ്ടാമത്തെ വലിയ ചേർച്ചാണ്. ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൊക്കെ പണ്ട് 6th സെഞ്ച്വറി ഓർ 5th സെഞ്ച്വറി ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയതാണ്. എന്നാലും നമുക്കൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ. അപ്പം നമ്മൾ ചേർച്ചിൻ്റെ ഉള്ളിലുള്ള വ്യൂ ഒക്കെ കണ്ടു. അതിനുള്ളിൽ ഒരു ചെയർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെയറിൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ അച്ഛന്മാർക്കൊന്നും ഇരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലിരിക്കുന്ന അച്ഛന്മാരൊക്കെ ഇല്ലേ, അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ചെയറാണത്. പിന്നെ അതിൽ കുറേ കൊത്തുപണികളും പണ്ട് വരച്ച ചിത്രങ്ങളും കുറേയൊക്കെ ഫെയ്ഡായി പോയി, എന്നാലും അതിപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ചേർച്ച് പണിതിട്ടുള്ളത് ഒരു 6th or 5th സെഞ്ച്വറി ആ ടൈമിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ചേർച്ച് കേല ജോർജിയൻ സ്നീക്കേഴ്സ് എന്ന് പറയുന്നത്. ഇതൊന്ന് പംഗ്രനേറ്റും മറ്റൊന്ന് ഗ്രേപ്പിൻ്റെ ആണ്. അതിലുള്ള ഫില്ലിങ്സ് എന്ന് പറഞ്ഞാൽ ഹേസൽനട്ടാണ്. ഇതാണ് സാധനം.
പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഇവിടുന്ന് ഈ ഒരു ഏരിയ എന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ റേറ്റ് കുറവിന് കിട്ടും. ഒരു 2 ലാറിയോ 1 ലാറിയോ അങ്ങനെയാണ് ഒരു പീസിന് വരുന്നത്. അല്ലാതെ കുറച്ചുകൂടെ തിബ്ലിസി സിറ്റിയിലൊക്കെ പോകുമ്പോൾ ഇതിന് ഒരു പീസിന് തന്നെ 5 ലാറിയൊക്കെ ആവും. അപ്പം അതിന് കുറച്ചുകൂടെ റേറ്റ് വരും. ഇതിൻ്റെ ഗ്രേപ്പാണ് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഗ്രേപ്പാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളത്. രണ്ടും ട്രൈ ചെയ്തിട്ട് ഞാനിപ്പോൾ ഉള്ളത് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ. ഇന്നത്തെ ഞങ്ങളുടെ 3ാമത്തെ സ്പോട്ടാണിത്. 16 പില്ലേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണിത്. ഇതിന് ഒരു 30-35 ഹൈറ്റ് ഉണ്ട്. ഇതിൻ്റെ മേലത്തെ പോർഷനിൽ, ഈ പില്ലറിൻ്റെ മേലത്തെ പോർഷനിൽ ഇവിടുത്തെ രാജാക്കന്മാരുടെയും പണ്ടത്തെ രാജാക്കന്മാരുടെയും രാജ്ഞിയുടെയും അതേപോലെ തന്നെ ദേശീയ നേതാക്കളുടെയൊക്കെ കൊത്തുപണികളാണുള്ളത്. താഴത്തെ പോർഷനിലായിട്ട് ഈ ബൈബിൾ സ്റ്റോറീസുമാണ് ഉള്ളത്. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ജോർജിയയിലെ ഏറ്റവും വലിയ ചേർച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് 1995 പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ലോകത്തിലെ 3ാമത്തെ വലിയ ചേർച്ചാണിത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു ചേർച്ചിന് ടിബ്ലിസി സിറ്റിയിൽ നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കൊന്ന് പോയി നോക്കാം. ഏറ്റവും ലാസ്റ്റ് ലൊക്കേഷനായിട്ടുള്ള മദർ ഓഫ് ജോർജിയ കൂടെ ഇനി പോകാനുണ്ട്. 8:17 എങ്ങാനായി. അതുകൊണ്ട് തന്നെ ഏകദേശം രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമുക്ക് ഇനി മദർ ഓഫ് ജോർജിയയും കൂടെ കണ്ടിട്ട് ഇന്നത്തെ ദിവസം അവസാനിക്കും. ട്രാം എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ കേബിൾ കാർ. അപ്പം ഇവിടുന്ന് താസ്മിന്ദ പാർക്കിലേക്ക് 2 വഴിയാണ് നമുക്ക് പോകാൻ പറ്റുമോ. ഒന്ന് കേബിൾ കാർ അല്ലെങ്കിൽ ഈ ട്രാം യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ട്രാമിലോട്ട് കയറാം. നമ്മൾ ട്രാം കയറിയിട്ട് താസ്മിന്ദ പാർക്കിൻ്റെ അടുത്ത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടിബ്ലിസി സിറ്റിൻ്റെ വ്യൂ മൊത്തത്തിൽ ഇവിടുന്ന് കാണാൻ പറ്റും. It's very beautiful. വലിയൊരു ഹിസ്റ്ററി ഒന്നുമില്ല.
അവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തത്. അല്ലാതെ നമുക്ക് ഇവിടുന്ന് തന്നെ സ്റ്റെപ്പ് ഇറങ്ങിയത്, ആ സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. കാണുന്നത് ഇനി മദർ ഓഫ് ജോർജിയാണ്. അവരുടെ ഒരു കയ്യിൽ പാത്രവും, അത് ജോർജിയൻ പീപ്പിൾസിനെ അനുഗ്രഹിക്കാനും, അതുപോലെ മറ്റേ കയ്യിൽ വാളുമാണ്, അത് ജോർജിയൻ പീപ്പിൾസിനെ സംരക്ഷിക്കാനുമാണ്. അങ്ങനെ മദർ ഓഫ് ജോർജിയ കണ്ടതിന് ശേഷം ഞങ്ങൾ കേബിൾ കാറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അത് ക്ലോസ്ഡ് ആയിരുന്നു. ഒരു 10 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇന്ന് ക്ലോസ് ചെയ്തു. സാധാരണ അത് 12 ഒക്കെ ആവാറുണ്ട്. ഇന്നൊരു 3 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് അവരത് ഓപ്പൺ ചെയ്ത് തന്നില്ല. പിന്നെ ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്യേണ്ടി വന്നു. ഇവിടെ 2 ക്യാബ് സർവീസാണുള്ളത്, യാറ്റെക്സും അതുപോലെ തന്നെ ബോൾട്ടും. ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 10 to 15 മിനിറ്റിനുള്ളിൽ അത് വരും. എന്നിട്ട് ഞങ്ങൾ നേരെ പീസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് പോയി. അങ്ങനെ ഞങ്ങൾ പീസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയപ്പോൾ പീസ് ബ്രിഡ്ജിൽ യൂഷ്വലി ബ്ലൂ കളർ ലൈറ്റ് ഉണ്ടാവുന്നതായിരുന്നു. ഇന്നത്തെ ഒരു ഇതുകൊണ്ട് ഇന്ന് അതിൻ്റെ ലൈറ്റൊക്കെ ഫുൾ ഓഫായിരുന്നു. അതും എന്ത് ചെയ്യാൻ പറ്റിയില്ല, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ പോയി ജസ്റ്റ് കണ്ടു, പക്ഷെ ലൈറ്റ് ഇല്ലായിരുന്നു. ഫോട്ടോസ് വീഡിയോസ് അങ്ങനത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഇത്. അപ്പം ഇന്നത്തെ ജോർജിയ തിബ്ലിസി സിറ്റി മൊത്തം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി നാളെ.